എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മ ഗോമതിയുടെ അമ്മ ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭൂസ്വത്തൊന്നുമില്ല, സ്വന്തം കാലിൽ നിന്നിട്ട് അവന് ഗോമതി ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കാണെങ്കിൽ ഭൂസ്വത്തൊക്കെ ഉണ്ട്, അതിന്റെ അഹങ്കാരമാണ് ഈ വാരി ചെലവാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വാ അപ്പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് മൂത്ത മരുമോൾ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇന്ദിരാമനെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് തലവേദന മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് കാണാൻ ചെല്ലുന്നുണ്ട്. പറയുന്നത് ഇത്ര വലിയ പരിപാടി ഇവിടെ നടക്കുമ്പോ നിങ്ങൾ അകത്ത് കയറി ഞാൻ എങ്ങനെ ശരിയാവണു, വായോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമനെ വിളിക്കുന്നുണ്ട്. പിന്നീട് വഴി കൂടെ പോകുന്ന ആൾക്കാരെല്ലാരെയും വിളിച്ച് നല്ല മദ്യം, നല്ല ഭക്ഷണം, പിന്നെ അവർക്ക് ഗിഫ്റ്റ് അങ്ങോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൃഷ്ണമംഗലത്ത് നടക്കുന്നത്. ഇതേ സമയം തന്നെ ബാലനാണെങ്കിൽ വരാത്ത ആൾക്കാരെ കാണാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ആ സമയത്ത് രാമേട്ടൻ വരുന്നുണ്ട്. രാമേട്ട, നിങ്ങൾ എന്ത് ഈ നേരത്ത് വരുന്നത്, നിങ്ങൾക്കെങ്കിലും ഇത്തിരി നേരത്തെ വരായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ. അപ്പൊ പറയുന്നുണ്ട്, നീ എങ്ങനെ വരാനാണ്, ഇങ്ങോട്ട് വന്ന് തന്നെ ഒരു ചാക്കിട്ട് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കി, ഞാനൊരു കണക്കിന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിന്റെ അളിയന്മാർക്ക് എന്താ ഭ്രാന്താണ്, എന്താ അവിടെ കാട്ടിക്കൂട്ടുന്നത്? ഒരു പിറന്നാളാണെങ്കിൽ അമ്പലത്തിൽ വരിക, പുഷ്പാഞ്ജലി കഴിക്കുക, വീട്ടുകാരായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഇത്രല്ലേ എന്തായാലും വേണ്ടു. ഇത് എന്തോ നിന്നെ ചതിക്കാൻ, നിന്നെ പറ്റിക്കാൻ, നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാടാ ബാല. അവർ പൈസ അവിടെ വാരി എറിയുന്നു, നല്ല ഭക്ഷണമൊക്കെ, വെജിറ്റേറിയൻ മാത്രമല്ല നോൺ വെജിറ്റേറിയനും മദ്യവും. അപ്പൊ പിന്നെ എന്തായാലും ഇവിടേക്ക് ആരും വരില്ല ബാല, നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അതൊന്നുമില്ല ബാല, അതൊന്നുമില്ല രാമേട്ട, എന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ എന്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ബാലൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മീനാക്ഷി കയറി വരുന്നതാണ്. മീനാക്ഷിനെ കാണുമ്പോ ആര്യൻ ആദ്യം കാണുന്നത്. ആര്യൻ ആകാശിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ആകാശാണെങ്കിൽ ദൈവമേ വെറുതെ വിളിച്ചതെന്ന്, പിന്നെ എന്തിനാ ഏട്ടൻ ക്ഷണിക്കാൻ പോയത്, പോയി സ്വീകരിക്കുന്നു പറയുന്നുണ്ട്. ഞാൻ വെറുതെ ക്ഷണിച്ചാണ്ട് അവള് വരുന്നു വിചാരിച്ചതല്ല, നീ എന്തായാലും പോയി ഒന്ന് അവളെ മാനേജ് ചെയ്ത് പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞ് ആര്യന്റെ തലയിലാക്കുന്നുണ്ട്. അങ്ങനെ ആര്യൻ പോയി മീനാക്ഷി ചേച്ചി ഇരിക്കുന്നു പറയുമ്പോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല, വേഗം പോവും, ആകാശ് ക്ഷണിച്ചത് കൊണ്ട് മാത്രം വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലൻ അത് കാണുന്നുണ്ട്. ബാലൻ ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആരണ്ടാ എന്ന് ചോദിക്കുമ്പോ, അത് അവന്റെ ആരെങ്കിലും ഫ്രണ്ട് ആവും, എനിക്കറിയില്ല എന്ന് ആകാശ് പറഞ്ഞ് കൈയൊഴിയുന്നുണ്ട്. ഇവിടെ വിളിച്ചവർ തന്നെ വന്നിട്ടില്ല, പിന്നെ ഇനി വിളിക്കാത്തവർ, അവളോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഞാൻ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ ഫ്രണ്ട്സുകളൊക്കെ ക്ഷണിക്കാൻ വേണ്ടിട്ട്, ഇവിടെ അങ്ങനത്തെ വ്യക്തികളും വേണ്ട, വേഗം അവളെ പറഞ്ഞു വിടാൻ പറയുന്നുണ്ട്. പിന്നീട് ധർമ്മം വന്ന് ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി അവിടെ എല്ലാരും അവിടെയാണ്, അവിടെ വലിയ ചതി നടന്നിട്ടുണ്ട്, ഇവിടെ ആരും വരൂല, നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അവിടെ വെള്ളംകളി പോലെ വെള്ളംകളിയൊക്കെ ഇനി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആരില്ലെങ്കിലും പരിപാടി നടത്താൻ തയ്യാറാവുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഒരു ഭക്ഷണം വിളമ്പാൻ പറയുമ്പോൾ, ഒരു പന്തിയിലേക്കുള്ള ആള് പോലും ഇല്ലല്ലോ ബാല എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെയും കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്ത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച് അടിപൊളിയായി വന്നവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്ത്, എന്നിട്ടും അവരെ പറഞ്ഞയക്കാണ്ട് പിടിച്ചു നിർത്തിയേക്കാണ് ചെയ്യുന്നത്. നിന്റെ ആങ്ങളമാർക്ക് നിന്റെ ചേച്ചി പെങ്ങളുടെ കണ്ണീര് കാണാൻ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന്, അല്ല ഗോമതിയുടെ ആങ്ങളമാർക്ക് ഗോമതിയുടെ കണ്ണീര് കാണാൻ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമയും ആകെ എണ്ണി പറക്കിയിരിക്കുന്നുണ്ട്. വന്നവര് ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചിട്ടും മദ്യം കുടിച്ചിട്ടും അവരെ പറഞ്ഞയക്കുന്നില്ല. അവിടുത്തെ പരിപാടി കഴിയുന്നവരെ ഇവർ ഓരോന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നീട് കാതുകുത്ത് ചടങ്ങ് എന്തായാലും നടക്കുന്നുണ്ട്. ആരില്ലെങ്കിലും മരുമോന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആരില്ലല്ലോ, കുറെ ആൾക്കാർ വരുന്നു പറഞ്ഞിട്ട് ഇതിപ്പോ കുറച്ച് പേര് ഞങ്ങൾ മാത്രമുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ വീണ്ടും പരിഹസിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എല്ലാ മക്കളും എല്ലാരും കൂടി നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അനുജയ്ക്ക് അത് കാണുമ്പോ അനുജ പറയുന്നുണ്ട്, കണ്ട എന്റെ ആങ്ങളമാരൊക്കെ കൂടി നിന്ന് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ, പെണ്ണ് കെട്ടുമ്പോഴും ഈ സന്തോഷം വേണം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നീട് ഭക്ഷണം വിളമ്പാൻ നോക്കിയപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യജീവി പോലും ഇല്ല അവിടെ. ആകെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ബാലൻ ആ ഭക്ഷണത്തിലേക്കൊക്കെ ഇങ്ങനെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ആര്യനും ആകാശും കൂടി മീനാക്ഷിയോട് സംസാരിക്കുന്നതും. ആകാശും മീനാക്ഷി മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ ബാലൻ കാണുമ്പോൾ ആര്യൻ വെള്ളം കൊണ്ടുവരുന്നതും ആര്യൻ വെള്ളം കൊടുക്കുന്നതും ചിരിച്ചു വർത്താനം പറയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും ആകാശ് ചുറ്റും നോക്കുന്നുണ്ട്. അച്ഛനെ കാണുമ്പോൾ ആകാശ് എന്തായാലും മുങ്ങും, കാരണം ആകാശിന് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. എന്തായാലും മീനാക്ഷിയെ നമ്മുടെ ആര്യന്റെ തലയിലാവാനുള്ള എല്ലാ ചാൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് ആകാശ്. ബാലനാണെങ്കിൽ ഇവരുടെ സംസാരം കേൾക്കുന്നില്ല, പക്ഷെ ഇവർ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വിറച്ചു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.